ട്രെക്കിംഗ് ഇഷ്ടമുള്ളവരൊക്കെ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ഞാൻ പറഞ്ഞ പോലെ അനക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇലക്ട്രോണിക് സിറ്റി എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ദൂരമാണിത്. പിന്നെ വരുന്നൊരു വീക്കെൻഡ്സ് വരുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് കുറച്ചധികം ആൾക്കാർ ഇവിടെ കാണാൻ പറ്റും. വീക്ക് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു വിജനമായിരിക്കും, നമുക്ക് ചിലപ്പോൾ പേടി തോന്നാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. കാര്യം അത്രയും സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണിത്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് കർണാടകയിലെ അനക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മുത്യാല മടവ് അല്ലെങ്കിൽ പേൾവാലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത്. അനക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഒരു പ്രദേശം ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വാട്ടർഫാൾസ് ആണ്. അതുകൊണ്ട് തന്നെ ആ വാട്ടർഫാളിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഇതിന് ഈ പേൾവാലി എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഈ എൻട്രൻസ് ഏരിയയിലാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഗേറ്റിൽ നമ്മൾ കയറി വരുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പം എൻട്രി ഫീസായിട്ട് നമുക്ക് 20 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അകത്ത് കയറുമ്പോഴേക്കും നമുക്ക് 2 വീലർ പാർക്കിംഗ് 20 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 വീലർ പാർക്കിംഗ് 40 രൂപ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർഡനാണ്. അപ്പോൾ ഈ ഗാർഡൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കുറേ സ്റ്റെപ്പുകൾ പോലെ കെട്ടിയിട്ടുള്ളത് പോലെയാണ്. ശരിക്കും ഈ ഓപ്പൺ സ്പേസിൽ നമ്മൾ ആൾക്കാർക്കൊക്കെ ഇരുന്ന് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഗാർഡനാണ്. അപ്പോൾ ഇത് എന്ത് രീതിയിലാണിത് കെട്ടിയെടുത്തത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പം നിറച്ചും ചെടികൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതകളിലൊന്നാണ് ഈ കുരങ്ങന്മാർ. കുറേ കുരങ്ങന്മാരുണ്ട്. നമ്മൾ കുറേയൊക്കെ സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ ഫുഡിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പിന്നെ ഇവർക്ക് ഫുഡ് അലൗഡ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളിൽ കാറിൻ്റെയൊക്കെ ആൻറ്റിനൊക്കെ ഒടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഭയങ്കര അക്രമകാരികളായിട്ടുള്ള കുരങ്ങന്മാരാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ മുത്യാല മടവ്, ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർഫാൾസിലേക്ക് പോകുന്ന സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഏകദേശം 300 കൂടുതൽ സ്റ്റെപ്പുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹട്ട് പോലത്തെ സ്ഥലം 1-2 ഉണ്ട് ഇവിടെ. ആൾക്കാർക്ക് വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ. അതുപോലെ തന്നെ ഇപ്പം മഴയൊക്കെ പെയ്യാം, ഇപ്പം മഴക്കാലമാണല്ലോ. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറി നിൽക്കാം. അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആൾക്കാരൊക്കെ അവിടെ കയറി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 ഒരു ഹട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്ന ഈ സ്റ്റെപ്പ് വഴി പോകുമ്പോൾ ആ വഴി തന്നെ. നമ്മൾ ഈ പറഞ്ഞ ഇവർ കെട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്കും താഴത്തേക്കുള്ളൊരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയ ആണ്. അപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ മാറി നമ്മളിങ്ങനെ ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. മുത്യാല മടവിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ പോയിന്റുകളിലൊന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും, ഇത് അത്രയും പൊക്കത്തിൽ നിന്നുള്ള പാറകളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഭയങ്കര നല്ല തണുത്ത വെള്ളമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇറങ്ങുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഭയങ്കര തണുത്ത വെള്ളമാണ് ഇതിന്. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ക്ലീൻ വാട്ടറും കൂടിയാണിത്. പിന്നെ ഇപ്പോൾ വെള്ളച്ചാട്ടം ഇച്ചിരി കുറവാണ്. നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം ഉണ്ടാവാറുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ ഏകദേശം ഒരു 3-4 മണി ആയിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ ഒത്തിരി പേര് ഇവിടെ വന്ന് ട്രെക്കിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്നവരാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് പോകുന്നത് കാണാം. കമ്പും കോലും ഒക്കെ ആയിട്ട് ഒരുപാട് എന്താ പറയുന്നത്, ഗ്രില്ലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് എന്തായാലും വരരുത്, നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വരാവുള്ളൂ. കാര്യം നമുക്കിതിൻ്റെ ഈ ഒരു സ്ഥലത്തിന് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ്. എൻ്റെ പൊന്നു, ഇന്ന് വാ സ്ഥലം കാണണമെങ്കിൽ.
അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ചെറിയൊരു വഴിയാണ്. അപ്പോൾ സൂക്ഷിച്ച് നടക്കണം. മഴയൊക്കെ ആയതുകൊണ്ട് തെന്നലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു കാട് പിടിച്ചാണ് കിടക്കുന്നത്. രണ്ട് സൈഡിലും കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു വഴി എന്ന് പറയുന്നത് ആൾക്കാർ നടന്നുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വഴി. ഇവിടെ ഇത്രയും നേരം വന്നപ്പോൾ തന്നെ അങ്ങ് മടുപ്പായി. അപ്പോൾ ട്രെക്കിങ്ങിനൊക്കെ വരുന്നവർക്ക് ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു വഴി ചെറിയ കുഞ്ഞു വഴിയാണ്. അപ്പോൾ സൂക്ഷിച്ച് നടക്കണം. നമ്മൾ ട്രെക്കിങ് തുടങ്ങി കുറച്ച് ദൂരം അങ്ങ് മുന്നോട്ട് മാറി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ മടുത്ത് തുടങ്ങി. ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ അറിയാം നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് എന്താ പറയുന്നത്, താഴോട്ട് നോക്കുമ്പോൾ കുഴി പോലെയാണ്. ഓപ്പോസിറ്റ് സൈഡിലോട്ട് മല നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പാറകളും പിന്നെ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ മുത്യാല മടവ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്ത് വരുമ്പോഴും നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ വെള്ളം കുടിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന കുപ്പിയും വേസ്റ്റും എല്ലാം ഇവിടെ നിരത്തിയിട്ടേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കര വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവുക. എന്നിട്ടത് നിങ്ങൾ വേസ്റ്റ് ഇടുന്നിടത്ത് കൊണ്ടുപോയി കളയുക. ഇവിടെ ഇത്രയും നല്ലൊരു സ്ഥലം അങ്ങനെയൊന്നും ഇട്ട് നശിപ്പിക്കരുത്. കയറി വരുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കല്ലുകളൊക്കെ കിടക്കുന്ന കാണാം. അവിടെ ഇരുന്ന് നിങ്ങൾക്ക് വിശ്രമിക്കാവുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ എവിടെയാണെങ്കിലും ഇവിടെ കയറി വന്നിട്ട് ഇവിടെ നോക്കിയാൽ എപ്പോൾ നോക്കിയാലും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നത്. എനിക്കറിയത്തില്ല അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ഏരിയയാണ് പൊതുവെ ട്രെക്കിങ്ങിന് വേണ്ടി ഇവിടെ വരുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും ഉയരത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പം മടുത്ത് കയറി വന്നെങ്കിൽ പോലും ഈ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു മടുപ്പ് മാറിക്കിട്ടും. അത്രയും നല്ല കാറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ ടൈപ്പിലുള്ള വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടപ്പോൾ കുറേ എന്താ പറയുന്ന മരങ്ങളും പാറക്കല്ലുകളും ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് താഴത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് വേറെ ടൈപ്പുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ എന്താ പറയുന്നത്, കിളികളും ഒക്കെ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതിനും പലതരത്തിലുള്ള കിളികളുടെ സൗണ്ടുകൾ നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളൊക്കെ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ചെടികളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കാടാണെന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ അല്ല കിട്ടുന്നത്. നല്ല രസമുള്ള ചെടികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വന്ന ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഭയങ്കര വലിയൊരു മല. നമ്മൾ ഏകദേശം ആ ഒരു മലയുടെ ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ട്രെക്കിംഗ് സ്ഥലത്ത് കുറേയധികം നടപ്പാതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമുക്ക് പല റൂട്ടിൽ പോകാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥലത്തല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പ് പോർഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കാറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. കാര്യം അത്രയും നല്ല ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള, എന്താ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ലൊരു സ്ഥലമാണിത്. പേൾവാലി അല്ലെങ്കിൽ മുത്യാല മടവ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിതയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.